RSSനെ അപകീർത്തിപ്പെടുത്തി സീതാറാം യെച്ചൂരിക്ക് വാറണ്ട്. ഈ മണിക്കൂറിലെ ഒരു പ്രധാനപ്പെട്ട വാർത്ത. മാധ്യമപ്രവർത്തക ഗൗരി ലങ്കേഷിന്റെ മരണവുമായി ബന്ധപ്പെട്ട് RSSനെ അപകീർത്തിപ്പെടുത്തിയതിന് CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിക്കെതിരെ വാറണ്ട്. മുംബൈ മെട്രോപൊളിറ്റൻ കോടതിയാണ് വാറണ്ട് പുറപ്പെടുവിച്ചത്. കേസ് ഈ മാസം 30-ന് കോടതി പരിഗണിക്കുന്നുണ്ട്. RSS പ്രവർത്തകനും അഭിഭാഷകനുമായ ദ്രുതിമാൻ ജോഷിയാണ് കേസ് ഫയൽ ചെയ്തത്. ഗൗരി ലങ്കേഷ് വധത്തിന് പിന്നിൽ RSS ആണെന്ന പ്രഖ്യാപനത്തിനെതിരെയാണ് കേസ്. യാതൊരു തെളിവുമില്ലാതെ ഉന്നയിച്ച ആരോപണത്തിൽ തനിക്കും സംഘടനയ്ക്കും മാനഹാനി ഉണ്ടായെന്ന് ജോഷി ഹർജിയിൽ പറയുന്നുണ്ട്. 2017 സെപ്റ്റംബർ 5-നാണ് ഗൗരി ലങ്കേഷ് ബംഗളൂരുവിലെ സ്വവസതിക്ക് മുന്നിൽ കൊല്ലപ്പെടുന്നത്. രാജ്യത്തെ ജനങ്ങളെ ഹിന്ദുക്കളും അഹിന്ദുക്കൾക്കുമായി വേർതിരിച്ചു കാണിക്കുന്നതാണ് മോദിയുടെ നയമെന്ന് നേരത്തെ സീതാറാം യെച്ചൂരി വിമർശിച്ചപ്പോൾ അതിനും വലിയ വിവാദമായിരുന്നു. ഇന്ത്യയെക്കുറിച്ച് വികലമായ കാഴ്ചപ്പാടാണ് നരേന്ദ്രമോദിക്ക് ഉള്ളതെന്നും സീതാറാം യെച്ചൂരി വിമർശിച്ചിരുന്നു. ഹിന്ദുത്വ ഇന്ത്യ എന്ന ഈ കാഴ്ചപ്പാടിനെയാണ് പരാജയപ്പെടുത്തേണ്ടതെന്നും സീതാറാം യെച്ചൂരി എപ്പോഴും ആവർത്തിച്ചിരുന്നു. ഏതായാലും ഇപ്പോൾ മാധ്യമപ്രവർത്തക ഗൗരി ലങ്കേഷിന്റെ മരണവുമായി ബന്ധപ്പെട്ട് RSSനെ അപകീർത്തിപ്പെടുത്തിയതിനാണ് CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിക്കെതിരെ ഇപ്പോൾ വാറണ്ട് വന്നിരിക്കുന്നത്. CPMനെ സംബന്ധിച്ച് ഇത് വലിയ പ്രതിസന്ധിയായി മാറും. മുംബൈ മെട്രോപൊളിറ്റൻ കോടതിയാണ് വാറണ്ട് പുറപ്പെടുവിച്ചത്. ഈ മാസം 30-ന് കോടതി കേസ് പരിഗണിക്കാനിരിക്കെയാണ് വാറണ്ട്. RSS പ്രവർത്തകനും അഭിഭാഷകനുമായ ദ്രുതിമാൻ ജോഷിയാണ് കേസ് ഫയൽ ചെയ്തത്. ഗൗരി ലങ്കേഷ് വധത്തിന് പിന്നിൽ RSS ആണെന്ന പ്രഖ്യാപനത്തിനെതിരെയാണ് കേസ്. യാതൊരു തെളിവുമില്ലാതെ ഉന്നയിച്ച ആരോപണത്തിൽ തനിക്കും സംഘടനയ്ക്കും മാനഹാനി ഉണ്ടായെന്നും ജോഷി ഹർജിയിൽ പറയുന്നുണ്ട്. 2017 സെപ്റ്റംബർ 5-നാണ് ഗൗരി ലങ്കേഷ് ബംഗളൂരുവിലെ സ്വവസതിക്ക് മുന്നിൽ വച്ച് കൊല്ലപ്പെടുന്നത്. രാജ്യത്തെ ജനങ്ങളെ ഹിന്ദുക്കളും അഹിന്ദുക്കളുമാക്കി വേർതിരിച്ചു കാണുന്നതാണ് നരേന്ദ്രമോദിയുടെ നയമെന്ന് നേരത്തെ CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി വിമർശിച്ചപ്പോൾ അതിനെതിരെയും വലിയ പ്രതിഷേധമാണ് NDA ഉയർത്തിയത്. ഇന്ത്യയെക്കുറിച്ച് വികലമായ കാഴ്ചപ്പാടാണ് നരേന്ദ്രമോദിക്ക് ഉള്ളതെന്നാണ് സീതാറാം യെച്ചൂരിയുടെ വിമർശനം. ഹിന്ദുത്വ ഇന്ത്യ എന്ന ഈ കാഴ്ചപ്പാടിനെയാണ് പരാജയപ്പെടുത്തേണ്ടത്. കേരളത്തിൽ UDF ആണ് മുഖ്യ എതിരാളിയെന്ന് സീതാറാം യെച്ചൂരി പറയുന്നുണ്ടെങ്കിലും കേരളത്തിലും ഉന്നം വെക്കുന്നത് BJP തന്നെയായിരുന്നു. രാഹുൽ ഗാന്ധിയുടെ വയനാട് സ്ഥാനാർത്ഥിത്വത്തെ വിമർശിച്ച് പ്രസംഗിച്ചപ്പോൾ മോദി വിവാദവാക്ക് പുറത്തെടുത്തുവെന്നാണ് സീതാറാം യെച്ചൂരിയുടെ ആക്ഷേപം. പരാജയഭീതിയിലായ പ്രതിപക്ഷ നേതാക്കൾ ഹിന്ദു മേഖലകളിൽ നിന്ന് ഒളിച്ചോടുകയാണെന്ന് മോദി തുറന്നടിച്ചതിനെയും സീതാറാം യെച്ചൂരി വിമർശിച്ചിരുന്നു. ഹിന്ദു വിഭാഗത്തെ ഭീകരവാദികളായി ചിത്രീകരിച്ച കോൺഗ്രസുകാർ അതിന്റെ ഫലമാണ് നേരിടുന്ന മോദിയുടെ വിമർശനത്തെ അതേ നാണയത്തിൽ കളിയാക്കിക്കൊണ്ടാണ് സീതാറാം യെച്ചൂരി പ്രതികരിച്ചത്. രാഹുൽ ഗാന്ധിയുടെ വയനാട് സ്ഥാനാർത്ഥിത്വത്തെ BJP രാഷ്ട്രീയമായി കൂടുതൽ ഉപയോഗിക്കുമെന്ന വ്യക്തമായ സൂചനയാണ് മോദിയുടെ വാക്കുകളിൽ ഉണ്ടായിരുന്നതെന്നും CPM ആരോപിച്ചിരുന്നു. കോൺഗ്രസ് എന്നും ഹിന്ദുത്വ വിഭാഗത്തിന് എതിരായിരുന്നുവെന്ന് പറഞ്ഞ മോദി ഹിന്ദു മേഖലകളിൽ നിന്ന് പ്രതിപക്ഷ നേതാക്കൾ ഒളിച്ചോടുകയാണെന്ന് തുറന്നടിച്ചിരുന്നു. ഹിന്ദുക്കളെ ഭീകരവാദികളായി ചിത്രീകരിച്ചിരുന്ന അവർ അതിന്റെ ഫലമാണ് ഇപ്പോൾ അനുഭവിക്കുന്നതെന്നും മോദി പറഞ്ഞിരുന്നു. എന്നാൽ RSS ആണ് ഗൗരി ലങ്കേഷിന്റെ വധത്തിന് പിന്നിലെന്നുള്ള പരാമർശമാണ് സീതാറാം യെച്ചൂരി പലപ്പോഴായി നടത്തിയത്. ഗൗരി ലങ്കേഷ് വധത്തിന് പിന്നിൽ RSS ആണെന്ന പ്രഖ്യാപനത്തിനെതിരെയാണ് ഇപ്പോൾ കേസ് വന്നിരിക്കുന്നത്. ഏതായാലും CPMനെ സംബന്ധിച്ച് തെരഞ്ഞെടുപ്പിനിടയിൽ വന്നിരിക്കുന്ന ഈ തിരിച്ചടി വലിയ പ്രതിസന്ധിയായി മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല.